എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ പൊട്ടിക്കും കിച്ചുവിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കാര്യം ഇപ്പൊ പൊട്ടിക്കും എന്ന് നമ്മുടെ ബിഷപ്പ് അടക്കം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. ബിഷപ്പ് പൊട്ടിക്കുന്നുണ്ടപ്പോ ഞാൻ വെച്ച് ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതല്ലേ, എന്തുവാ ബിഷപ്പ് ഇങ്ങനെയാണോ കാര്യങ്ങൾ പൊട്ടിച്ച് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയും, എന്നാലും ഞാൻ ഓടിച്ചൊന്ന് പറയാം. മര്യാദയ്ക്ക് ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്ന അവൻ്റെ കാര്യം നോക്കി, സ്വന്തം കാര്യം നോക്കി, സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്ന കിച്ചു. ഓക്കെ, രേണുവിന് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്ന സമയത്ത് രേണു ഒരു കാര്യമില്ലാതെ അവനെ ചൊറിഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട്. അവൻ എന്നെ നോക്കാൻ വന്നില്ല, ഞാൻ 11 വയസ്സ് മുതലേ എടുത്ത് നോക്കി വളർത്തി, എൻ്റെ മോൻ വന്നില്ല എന്നെ കാണാൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച്. ഇന്നാപിടി അമ്മച്ചിയുടെ മാവും കലം എന്ന് പറയുന്ന പോലെ കിച്ചു എന്ത് ചെയ്തു, തിരിച്ചടിച്ച് അണ്ണാക്കി കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇമാതിരി വീഡിയോ ചെയ്യുന്ന ഇതിനെയൊക്കെയാണോ ഞാൻ നോക്കാൻ വരേണ്ടത് എന്നുള്ള ഒരു ചോദ്യം നാളെ ഋതപ്പനടക്കം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചണ്ണാക്കി കൊടുത്ത് കിച്ചു വിട്ട്. എല്ലാം തേഞ്ഞൊട്ടി മൂഞ്ചി തിരിഞ്ഞ് ആ ഒരു പാവം ചെറുക്കനെ സൈബർ അറ്റാക്കിനെടുത്ത് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞ് രേണുവിനെ പൂരത്തെറി നാട്ടുകാർ വിളിച്ച് വാകഴിച്ചിരിക്കുമ്പോഴാണ് രേണുവിനെ സഹായിക്കാനായിട്ട് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി രംഗത്ത് വരുന്ന സുഹൃത്തുക്കളെ. പിന്നെ നടന്ന ചരിത്രമാണ്. ബിഷപ്പ് രേണുവിന് വേണ്ടിയിട്ട് കിച്ചുവിനെ അടിച്ച് തകർത്ത് തരിപ്പണാക്കുന്നു, എൻ്റെ കയ്യിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതെന്തുവാ സംഭവം, ബിഷപ്പ് ഈ ഞെട്ടിക്കുന്ന കാര്യമൊന്നും ഉദ്ദേശിച്ച് എന്താ, ഇങ്ങനെ ക്യൂരിയോസിറ്റിയിലിരുന്ന് അവസാനം ബിഷപ്പ് ഞെട്ടിക്കുന്ന കാര്യം തുറന്നു പറഞ്ഞു. അതുപോലെ ഞാൻ അറിഞ്ഞ ഞെട്ടിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോടും പറയാം. സന്തോഷമായില്ലേ? അപ്പം ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി കേട്ട് നമുക്കിന്ന് ഇവിടെ തന്നെ കൂടാം. ഓക്കെ, അപ്പം ബിഷപ്പ് പുതിയൊരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ഇനി ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമായിരിക്കും. എൻ്റെ പൊന്ന് ബിഷപ്പ് ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും പറയാണ്, ഈ രേണുവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് നാട്ടുകാരുടെ തളക്കിൽ വാങ്ങിച്ചു കൂട്ടാതെ അമ്മാതിരി പച്ചത്തെറികളാണ് ആൾക്കാർ വിളിക്കുന്നത്. കാണുമ്പോൾ എന്തോ ഇത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ നാട്ടുകാരുടെ മൊത്തം തെറിവിളി കേൾക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ പാവം തോന്നുന്നു. വല്ലാത്ത അവസ്ഥ. എല്ലാം രേണുവിന് വേണ്ടിയിട്ട്. പിന്നെ രേണു പണ്ടെങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിഷപ്പിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന തെളിവ് രേണുവിൻ്റെ കയ്യിലുണ്ടെന്ന്. നിങ്ങളെല്ലാവരും ഞെട്ടിക്കുന്ന തെളിവുകൾ വെച്ചിട്ട് ഞെട്ടാണ്ട് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അടിക്കും, നമ്മൾ കാണിട്ട്. അല്ലാണ്ട് എന്ത് പറയാനാ. കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ 2 പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു. പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർ പോയേക്കുന്നത് ഫുള്ള് രേണുസുധിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൺ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൺ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ എന്താ? അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാനൊരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക 1 മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന്. അങ്ങനെ കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. സന്തോഷത്തോടു കൂടെ, ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവര് താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനം ഒക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും
ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യരെന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ് പൊതുസമൂഹത്തോട് പറയുന്നത്. ആ സമയത്ത് രേണു സുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവമാകാൻ പാടില്ല. പാടുണ്ട് ബിഷപ്പെ, പാടുണ്ട്. കാരണം തെറ്റ് തന്നെയാണ്. അല്ലാണ്ട് ഞാനിപ്പം കാട്ടപരാധങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് നാളെ എനിക്കൊരു മാരക അസുഖമോ അല്ലെങ്കിൽ ഞാൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നന്മയുള്ള ലോകം ഈ സെറ്റപ്പിൽ മാറത്തില്ല. ഓക്കെ, തെറ്റ് എന്ന് ചെയ്താലും തെറ്റ് തന്നെയാണ്. രേണു എന്തുകൊണ്ടാണ്, എന്തിനാണ്, അതാണ് ചോദ്യം. ഓക്കെ, എന്തിനാണ് വെറുതെ ഇരുന്ന കിച്ചുവിനെ കയറി ചൊറിഞ്ഞത്? അതുകൊണ്ടല്ലേ അവൻ വരാത്ത റീസൺ അടക്കം എടുത്ത് പറഞ്ഞ് ഇന്ന കാരണങ്ങളുണ്ട്, ഇതിനെയൊക്കെ പോയിട്ട് ഞാൻ എന്നാത്തിനാ കാണുന്നതെന്നുള്ളൊരു ചോദ്യം ജെന്യുവനായിട്ട് അവൻ ചോദിച്ചു അല്ലേ? അതല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത്. വെറുതെ ഇരുന്ന കിച്ചുവിനെ രേണുവല്ലേ ചൊറിഞ്ഞത്. 11 വയസ്സ് മുതലേ ഞാൻ വളർത്തി മോനെ എന്നെ നോക്കാമെന്നില്ല. ഇത് പറഞ്ഞപ്പോഴല്ലേ കിച്ചു കാരണം എടുത്ത് അങ്ങോട്ട് വിളമ്പി തന്നത്. അതോടെ ആര് മുഞ്ചി? രേണു മുഞ്ചി. എന്നിട്ട് ബിഷപ്പിനെ ചിലപ്പോൾ പറ്റുമായിരിക്കും, നല്ല മനസ്സല്ലേ, അല്ലെങ്കിലും പൊറുക്കാനും ക്ഷമിക്കാനുള്ള മനസ്സുള്ള ഒരു വ്യക്തിയല്ലേ ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നിങ്ങളോട് കാണിച്ചതും നിങ്ങളോട് ചെയ്തതും എല്ലാം നിങ്ങൾ മറന്ന് രേണുവിന് ഇങ്ങനെ ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ വന്നപ്പോൾ കൂടെ നിന്ന് നല്ല മനസ്സാണ്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ കൂടെ നിന്നുകൊണ്ട് മറ്റുള്ളവനിട്ട് കുതുകാല് വിട്ടാൽ നിൽക്കരുത്. അതേ ഉള്ളൂ, അതേ ജനങ്ങൾ പറയുന്നുള്ളൂ. ഇപ്പോൾ രേണുവിൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്നതിൽ ആരും തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ കൂടെ നിന്നുകൊണ്ട് ഒരു 10-20 വയസ്സ് കഴിഞ്ഞ ഒരു പയ്യനെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചു കീറിയിട്ട് നാറ്റിക്കാൻ ശ്രമിക്കുന്ന ആ പ്രവണത, അതിനെതിരെയാണ് സംസാരിക്കുന്നത്. അത് ശരിയല്ല ബിഷപ്പേ. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു ബിഷപ്പല്ലേ. 10-20 വയസ്സ് കഴിഞ്ഞ ഒരു പയ്യനെ ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്നത്, അതും ഒരു ബിഷപ്പ്. അപ്പം അത് തെറ്റല്ലേ ബിഷപ്പേ? അത് തപ്പല്ലേ? അന്തമാതിരി തപ്പ് പണ്ണക്കൂടാതെ. രേണുവിനോട് നിങ്ങൾ എങ്ങനെ ക്ഷമിച്ചു എന്നാൽ അതുപോലെ കിച്ചുവിനോട് ക്ഷമിച്ചൂടെ? ഇനി കിച്ചുവിന് നാളെ എന്തെങ്കിലും വേസ്റ്റ് സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾ ക്ഷമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, ചൈൽഡ്ഹുഡ് മൊത്തം തൊലഞ്ഞ് നാറാണത്തായി, ജീവിതം മൊത്തം ഫ്ലോപ്പായി, ഇപ്പോഴാണ് അവൻ ജീവിച്ചു തുടങ്ങിയത്. ആ സമയത്ത് അവൻ്റെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അവൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത് മോശമല്ലേ? എന്നാൽ രേണു അങ്ങനെയാണോ? രേണു എങ്ങനെ ഇരുന്നു അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോലം കെട്ടിയെന്ന് പറഞ്ഞ് അഴിഞ്ഞാടാൻ തുടങ്ങി. അങ്ങനെയാണ് ജനങ്ങൾ പുറത്തത്. ഓക്കെ, കിച്ചു അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ജീവിക്കുകയാണ് ഇപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരുത്തൻ്റെ ലൈഫിനെ കുളം തോണ്ടുന്ന ബിഷപ്പിനെ പോലുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ട് ബിഷപ്പ്. ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്ക്, ഞാൻ പറയുന്നതാണോ ന്യായം, ബിഷപ്പ് പറയുന്നതാണോ ന്യായമെന്ന്. എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും കാണിക്കുന്ന ആ മനസ്സ് എന്തുകൊണ്ട് ആ പയ്യനോട് ചെയ്തില്ല? ഒരു രീതിയിലും നിങ്ങളെ ഒരു രീതിയിലും ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു രീതിയിലും ഒന്നും സംസാരിക്കാത്ത ആ പയ്യനെതിരെ നിങ്ങൾ എന്തിന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വളരെ മോശമായി പോയി ബിഷപ്പെ. ബഹുമാനം ചോദിച്ച് വാങ്ങേണ്ടതല്ല, അത് നമ്മൾ അറിഞ്ഞു തരുന്നതാണ്. അത് തന്ന് തിരിച്ചെടുപ്പിക്കരുത്. ഓക്കെ ബാക്കി അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു? ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു. അപ്പൊ ബിഷപ്പ് അതിന്റെ ഇടയിൽ എന്താ ചെയ്തത്? സോഷ്യൽ മീഡിയയിലല്ലേ. പകരം അവരുടെ കുടുംബത്തിൽ പോയിട്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് അത് സോൾവ് ചെയ്യിക്കാൻ ബിഷപ്പ് നോക്കിയോ? ഇല്ലല്ലോ. ബിഷപ്പും ഇന്റർവ്യൂ കൊടുത്ത് സോഷ്യൽ മീഡിയയിലല്ലേ തിളങ്ങിയത്. നാട്ടുകാരെടുത്തിട്ട് വറുത്തടിച്ച് അടിച്ച് കയറ്റിയപ്പം ബിഷപ്പ് ഇപ്പൊ കാല് പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചിരിക്കും ബിഷപ്പ്. അപ്പോഴപ്പോഴേ കാല് മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പേടിച്ചിരിക്കും. ഓരോ സമയം നിങ്ങൾ കാല് മാറിക്കൊണ്ടിരിക്കുക. സത്യം. നിങ്ങൾ അപ്പം പറയുന്നല്ല, പിന്നെ പറയുന്നല്ല, അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ സ്റ്റാൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് സ്റ്റാൻഡ് എന്നോലും എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം. സോഷ്യൽ മീഡിയയിൽ അവർ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അവർ കൊണ്ടുവന്ന് നോക്കി അതിനൊക്കെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ വീണ്ടും അതിനെ വശളത്തല്ലേ ആക്കിയത്. ഓക്കെ, അപ്പൊ നിങ്ങളത് സോഷ്യൽ മീഡിയയിലെല്ലാം സംസാരിച്ചു. അങ്ങനെയാണ് ആ കുടുംബത്തിനെ മൊത്തത്തിൽ വിളിച്ചിരുത്തിട്ട് കിച്ചുവിനെ വിളിച്ചിരുത്തി സംസാരിച്ച് സോൾവ് ചെയ്യാത്തത് എങ്കിൽ സമ്മതിച്ചു. ഇതിപ്പോ നിങ്ങൾ ചെയ്തത് ബാക്കിയുള്ള ചെയ്തത് കൊള്ളാം. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. ബിഷപ്പ് പറയണം,
ബിഷപ്പ് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഇനി പറയാൻ പോകുന്നത് നമുക്ക് കേട്ടിട്ട് ബാക്കി പറയാം. കാരണം ഇപ്പോൾ റീസെന്റ് ഈ ഒരു സംഭവം പറയുന്നത് തന്നെ ഒരു നിലപാടില്ലാത്ത രീതിയിലാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റിന് വേണ്ടി കൊണ്ടിട്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ബിഷപ്പ് ഇന്റർവ്യൂ കൊടുത്തത്? അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ ബിഷപ്പ് ഇന്റർവ്യൂ കൊടുത്തത്? എന്തിന്റെ ആവശ്യമായിരുന്നു? മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് അതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയ ബിഷപ്പ് എന്നല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനും പരിഹരിക്കാനും നോക്കണം. അതിനല്ലാതെ വലിച്ചു കയറി ഒട്ടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതും 10-24 വയസ്സായ ഒരു പയ്യനെ. ആ ഒരു കൺസേൺ പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. സീരിയസ്ലി. എന്നിട്ട് ന്യായീകരിക്കുന്ന ന്യായീകരണം സ്റ്റാൻഡില്ലായ്മകൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. സീരിയസ്ലി, വെരി 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 സീരിയസ്ലി. ഈ രാഹുൽ ദാസുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഞാൻ അവരെ വിളിച്ച് അഡ്വൈസ് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്ത ചാനൽ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത് ഇനിയും ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് ആയിട്ട് ആ പയ്യന് തോന്നിയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഒറ്റ വീഡിയോയിൽ തന്നെ 3 സ്റ്റാൻഡ് അന്യൻ ഡ്രമ അമ്പി അന്തമാതിരിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പിനെ കുറച്ച് തൊട്ട് മുന്നേ പറഞ്ഞ് നമുക്ക് ഇതൊന്നും സോഷ്യൽ മീഡിയയിലല്ല തീർക്കേണ്ടത്, അങ്ങനെ അവർ തീർക്കണമായിരുന്നു. എന്നിട്ട് ഇപ്പുറത്തെന്ന് പറയുന്നത് എനിക്ക് കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാനുള്ള വഴിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കിച്ചുവിനെതിരെ അങ്ങ് വീഡിയോയിൽ സംസാരിച്ചു. വാ, എൻ്റെ വീഡിയോ എന്തായാലും ബിഷപ്പ് കാണുമെന്നറിയാം. ബിഷപ്പ് ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾ എന്തുവാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തുവാ പറയുന്നത്? അയ്യേ ഷേ, ആ ഒരു വാല്യൂ കളയാളാ. വളരെയധികം റെസ്പെക്റ്റോടു കൂടി ഞാൻ പെരുമാറുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുന്ന നേരത്ത് എന്ത് പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. അതിന്റെ പ്രധാന കാര്യം രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കുമ്പോൾ ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയുമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ. എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് വീണ്ടും അതൊക്കെ പറയുന്നത്? സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്നു. എനിക്കത് മനസ്സിലായി. ഈ ഇന്റർവ്യൂ ഉടനീളം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ വിച്ചുമ്പയും പറയുന്നുണ്ട്, അവിടെ ഇവിടെ എന്തൊക്കെയോ ആഹാഹാ എന്നുള്ള സെറ്റപ്പിൽ വിളിച്ചു പറയുന്നത്. എല്ലാം കയ്യിൽ നിന്ന് പോയി. നാട്ടുകാർ മൊത്തം നിങ്ങൾക്കെതിരെ തിരിഞ്ഞു. ഓക്കെ, ഒരു തുരുമ്പ് എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. അതുപോലും ഇല്ല. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. സത്യം ഉള്ള കാര്യം പറയാമല്ലോ. ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവർ പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു, ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. കേസ് നേരത്തെയുള്ള വിഷയങ്ങൾ കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ആ ഒരു അറിവില്ലാത്ത പ്രായത്തിൽ അവനെ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് അവൻ ഡ്രഗ് അടിക്കുക, യൂസ് ചെയ്യായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവൻ തന്നെ ഓപ്പണായിട്ട് വന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇനി നന്നാവണമെന്ന്. നിങ്ങളൊക്കെ എന്തുവാ കാണിക്കുന്നത്? ഒരു പയ്യൻ, ഓക്കെ, അവനെ ജീവിക്കാൻ അനുവദിച്ചൂടെ? എന്തിനാണ് വെറുതെ ഇങ്ങനെ പൊതുസമൂഹത്തിലിട്ട് വലിച്ചു കീറുന്നത്? അപ്പോൾ പറയാം അവൻ ആനക്ക് തെറ്റിയത്. അവൻ ഇപ്പം ബിഷപ്പ് പറയുന്നത് അവൻ ഡ്രഗ്, കഞ്ചാവ്, അതിൻ്റെ കേസൊക്കെയാണ് പറയുന്നത്. ബൈക്ക് സ്റ്റേഷനിലിരിക്കുന്നു, അതൊക്കെയാണ് പറയുന്നത്. എത്രയോ കൊല്ലം മുന്നേ കഴിഞ്ഞു പോയത്. അത് അവൻ്റെ ആ ഒരു പ്രായത്തിൽ ചോരത്തിളപ്പിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ. അവന് നല്ലത് പറഞ്ഞ് വളർത്താൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയത്. അതൊക്കെ ഇപ്പോൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മലത്തി പറഞ്ഞ് ബിഷപ്പ് സ്വയം ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ എന്തിന്? അതെ, അങ്ങനത്തെ രേണുസുതി വളരെ സെൻസിയറായിട്ട് പറയുന്നത്, രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവര്. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിതു കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിതു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ ഉത്തരവാദിത്തം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഈ പ്രോപ്പർട്ടി ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ റിതുൽ ദാസ് എന്താണ് മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ
അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 15 വർഷത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ ഉത്തരവാദിത്തമായിട്ട് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാണ് പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ ഇടപെടേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് അല്ല, ത്രെട്ടനിങ്ങും അല്ലത്. ഫാദർ എന്തായാലും ഇപ്പൊ ആ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് ഇപ്പൊ ഉള്ള ഒരു ഇതിന്റെ അകത്ത്, അതായത് കുറെ കമന്റ്സിന്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു, രേണു സുധിയായിട്ട് ഫാദർ ഒത്തുചേർന്നിട്ട് ഇപ്പം ആ ഒരു പ്രോപ്പർട്ടി തിരിച്ച് കിച്ചുന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് ഇവരുടെ രണ്ടുപേരുടെയും പേരിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കളികളാണ്. ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട്, നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അനേകർക്ക് സഹായം ചെയ്തു. ഓക്കെ, അനേകർക്ക് സഹായം ചെയ്ത് അവിടെ നിൽക്കട്ടെ. കാണുന്ന ജനങ്ങൾക്ക് തോന്നും, ഡൗട്ട് തോന്നും. കാരണം ബിഷപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നി ഇനി വസ്തു കിച്ചുവിനെ ഇവിടെ വന്ന് പുറത്താക്കിയിട്ട് എല്ലാം രേണുവിനും മറ്റേ ഋതപ്പനും കൊടുക്കാനുള്ള പ്ലാനാണോ എന്ന് വരെ തോന്നി, ജനങ്ങൾക്ക് തോന്നി, തെറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കിച്ചുവിന് എന്തെങ്കിലും പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ ബിഷപ്പിനെന്താ? അതെനിക്ക് മനസ്സിലായില്ലേ? ഓക്കെ, എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ പറയില്ല ഞാൻ അവനെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹത്തിൽ വന്ന് 10 ആളുടെ മുന്നേ, 10 അല്ല ലക്ഷക്കണക്കിന് ആളുടെ മുന്നിൽ ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ട ആ പാവം പയ്യനെ. ഓക്കെ, ഇപ്പം കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞപ്പോൾ അതൊരു കുമ്പസാരമാക്കി മാറ്റിക്കൊണ്ട് തിരിച്ചും മറിച്ചും പറഞ്ഞു കിടന്ന് ഉരുളുന്ന ബിഷപ്പിനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് ദാനം കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ. രാഹുൽ ദാസിനും ഋതുൽ ദാസിനും സന്തോഷത്തോടു കൂടി ഞാൻ കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് അത് എന്നേക്കുമായിട്ടാണ്. അത് ലോകമുള്ള കാലത്തോളമാണ്. അത് ഞാൻ തിരിച്ചു വാങ്ങാനോ അതായത് ഇരട്ടത്താപ്പ് കാണിക്കാനോ അല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ആ സമയം പറയാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എന്നോട് ചോദിക്കും ബിഷപ്പ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും ഇതിനകത്ത് പ്രതികരിച്ചില്ല. അതുകൊണ്ട് ഞാനൊരു പിതാവ് മരിച്ചുപോയി, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ വഴക്ക് പറഞ്ഞതായിട്ട് കരുതിയാൽ മതിയായിരുന്നു. അയ്യോ, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് വഴക്ക് പറഞ്ഞതായിരുന്നല്ലേ 40 ലക്ഷം ആൾക്കാരുടെ മുന്നിലോട്ട്, മീൻസ് ഒരു ഊഹത്തിൽ പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിലോട്ട് ആ പയ്യനെ ഇട്ട് കൊടുത്തത് ഒരു ജ്യേഷ്ഠനല്ലേ? എനിക്കിപ്പോൾ ഒരു അനിയനുണ്ടെന്ന് വെച്ചോ, അവനൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചോ, ഞാൻ എന്ത് ചെയ്യും? അവനെ പറഞ്ഞ് നന്നാക്കാം. അല്ലാണ്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അവൻ ഇങ്ങനെയാണ്, തന്തയില്ലാത്ത പരിപാടി കാണിച്ച് അവൻ നാറിയാണ്, അവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കുമോ? എൻ്റെ പൊന്നു ബിഷപ്പേ, കയ്യിൽ നിന്ന് പോയി. ഉള്ള കാര്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നാട്ടുകാരുടെ പൂരത്തെറിവിളി കാരണം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷനിൽ നിങ്ങൾ കാണിക്കുന്ന കുറേ വെപ്രാളമാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിങ്ങളുടെ സ്ഥാനം മറന്ന്, തല മറന്ന് എണ്ണ തയ്ക്കുമെന്ന് പറയത്തില്ല, അതുപോലെ സ്ഥാനം മറന്ന് നിങ്ങളൊരു കളി കളിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെപ്രാളപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോയത്. എന്ത് പറയണമെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. വീട് വസ്തു എഴുതി കൊടുത്ത് 15 വർഷം ഇതെന്തൊക്കെയോ പറഞ്ഞു പോവുക നിങ്ങൾ. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിന് കിച്ചുവിനെ പറ്റി അങ്ങനെ പറഞ്ഞു? എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് ആ രഹസ്യം? ഓക്കെ, പക്ഷെ നിങ്ങളെല്ലാം കൂടി തിരിഞ്ഞ് മറിഞ്ഞ് ഉരുളുക കിടന്ന്. ഉരുൾച്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ പാവം തോന്നുക. എങ്ങനെ വെളുപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാ കിടന്ന് പെടാപ്പാട് പെടത്തില്ല. ആ ഒരു ഫ്രസ്ട്രേഷനാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സൂപ്പർ ബിഷപ്പേ, കൺഗ്രാജുലേഷൻ. എനിക്ക് വിളിക്കാനായിട്ടുള്ള സന്ദർഭങ്ങളില്ല. മാത്രമല്ല ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അവരോടാണ് അദ്ദേഹം ആശയവിനിമയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബേഴ്സ് കൊണ്ടു നടക്കണമെന്ന് ആര്? കിച്ചുവിനെ. പിന്നെ നമ്മളെ മടിയിലെടുത്ത് വെച്ച് കൊഞ്ചിക്കൊണ്ടെന്നും നടക്കുകയില്ലേ? ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ അവനോട് സംസാരിച്ചിട്ടില്ല. എന്നോട് പലരും പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, കമൻസ് അയക്കാറുണ്ട്, അതുപോലെ നീ ഒന്ന് കിച്ചുവിനോട് സംസാരിക്കണം. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ സംസാരിക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് അവൻ എനിക്കെതിരെ വീഡിയോ ചെയ്തതാണ്, ഞാൻ അവനെതിരെയും ചെയ്തിട്ടുണ്ട്. കാരണം തെറ്റും ശരിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കും. അതിപ്പോൾ കിച്ചു ആയാലും ശരി, രേണു ആയാലും ശരി, ബിഷപ്പ് ആയാലും ശരി, നമുക്കെല്ലാവരും ഒരേപോലെയാണ്. തെറ്റ് ആര് പറയുന്നു അവിടെ നമ്മൾ ശരിക്കൊപ്പം നിൽക്കും, തെറ്റിനൊപ്പം നിൽക്കത്തില്ല. ഇവിടെ ബിഷപ്പിൻ്റെ സ്ഥാനത്ത് തെറ്റ് നമ്മൾ തുറന്നു പറഞ്ഞു. എന്തായാലും ബിഷപ്പ് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബേഴ്സാണ് കൊണ്ട് നടക്കണത് കിച്ചുവിനെ. പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടായിട്ട് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന് ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം?
ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. പറയണം ബിഷപ്പേ, പറയണം. എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളത് തുറന്നു പറയണം. പിന്നെ എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗുകളൊന്നും. എനിക്ക് തോന്നിയതാണ്. തെറ്റ് ചെയ്തതുകൊണ്ട് അവനെ ഞാൻ സംരക്ഷിച്ചതാണ്, ഞാൻ അവനെ ചേർത്ത് നിർത്തിയതാണ്. ഇവിടെ പൊതു സമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്നതാണോ ഈ പറയുന്ന ചേർത്ത് നിർത്തല്? മനസ്സിലാവുന്നില്ല. ഞാൻ പൊട്ടനാ. ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് ഇനി എന്തെങ്കിലും നടന്നിട്ട് വെപ്രാളോ ദൈവമേ, എനിക്ക് എങ്ങനെ വെളുക്കാൻ പറ്റും? വെളുപ്പിക്കണം എനിക്ക് എന്നെ. ഞാനൊരു ഇന്റർവ്യൂ എടുക്കണ്ട ബിഷപ്പേ, ഞാൻ വെളുപ്പിച്ചു തരാം. എന്റെ പൊന്നടാവേ, അയ്യോ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ കണ്ടന്റ് ആക്കി എടുക്കുന്ന ഒരു വിഭാഗം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാര് എന്നെ കുരിശേൽ കയറ്റി നിർത്തിയിട്ട് രേണു സുധിയുടെ മകനായ രാഹുൽ ദാസിനെ പുണ്യാത്മാവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിരവധി കാര്യങ്ങൾ സമൂഹത്തിൽ വന്ന് അന്വേഷിക്കുമ്പോൾ തെളിവ് സഹിതം അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനല്ല നാണക്കേടേണ്ടതായിട്ട് വരുന്നത്. അല്ല ഒരിക്കലുമില്ല. ബിഷപ്പ് നാണക്കേടേണ്ട കാര്യമില്ല. സമൂഹം എന്തെങ്കിലും അറിയുമ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ അതിന് വേറെയും കുറെ സൈഡുകളുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും വേറെ കുറെ സൈഡുണ്ട്. ആ സൈഡ് ഞാനൊന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിന് ഉത്തരം കിട്ടണം. ഓക്കെ. ഇപ്പൊ ബിഷപ്പ് വന്നിരുന്ന് പറയുന്ന സമൂഹം, മറ്റു അയൽവാസികൾ എൻ്റെ വീട്ടിന്റെ ഇവിടെ വന്ന് ചോദിച്ചു നോക്ക്, ഞാൻ കഞ്ചാവെന്ന് പറയും. അതാണ് ഇവിടുത്തെ നാറ് തന്തയില്ലാത്തവന്മാരാ നാട്ടുകാർ. കൺഫേമാ. കാരണം എനിക്കറിയാം അങ്ങനെ പറഞ്ഞിട്ടുള്ളവന്മാരുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ തൊട്ടിട്ടില്ലാത്ത സാധനമാണ് ഈ കഞ്ചാവൊക്കെ. ഓക്കെ. അപ്പം ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ തൊട്ടിട്ടില്ലാത്ത സാധനം യൂസ് ചെയ്യുന്ന ടീമെന്നാണ് ഇവിടെ ഉള്ള നാറുകൾ പറയുന്നത്. എല്ലാവരും അല്ല കേട്ടോ, കുറേ തന്തയില്ലാത്തവന്മാരെ. അപ്പം നാട്ടുകാരെ വാക്കും കേട്ടും കൊണ്ടാണ് ബിഷപ്പ് ഈ ഇറങ്ങിയിട്ട് അവനെ ചേർത്ത് നിർത്തിയാണെങ്കിൽ അത് ഒന്നൊന്നര ചേർത്ത് നിർത്തായിപ്പോയി. ഭയങ്കരമായിട്ട് ചേർത്ത് നിർത്തി കളഞ്ഞു. ഇങ്ങനെ ചേർത്ത് നിർത്തല്ലേ, വെറുപ്പൊട്ടിപ്പോൾ അത്രയ്ക്ക് ചേർത്ത് കളഞ്ഞു. എൻ്റെ പൊന്നു ബിഷപ്പേ, കയ്യിൽ നിന്ന് പോയി. ഇനി കിടന്ന് കളിച്ചിട്ട് കാര്യമില്ല. യൂട്യൂബേഴ്സിൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് നമ്മൾ മറ്റെന്തോ അപരാധം ചെയ്ത പോലത്തെ രീതിയിലോ സംസാരിക്കാതെ ഇരിക്കുന്നതായിരിക്കും ബിഷപ്പിന് ബെറ്റർ. ഫാദർ എപ്പോഴെങ്കിലും ഈ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രേണുസുധീനോ അല്ലെങ്കിൽ രേണുസുധിയുടെ മോനെ കിച്ചുവിനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, രേണുസുധിയുടെ മകൻ രാഹുൽ ദാസിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. അയ്യോ, വലിയ കഷ്ടമായിപ്പോയി. രാഹുൽ ദാസിന്റെ നമ്പർ രേണുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ രേണു തരൂലായിരുന്ന ബിഷപ്പേ. ഈ പ്രശ്നം ഇങ്ങനെ ഓൺലൈനിൽ വന്നിട്ട് സോൾവ് ചെയ്യാണ്ട് കിച്ചുവിൻ്റെ നമ്പർ രേണുവിൻ്റെ അടുത്തൊന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ട് കിച്ചുവിൻ്റെ അടുത്ത് വിളിച്ചിട്ടൊന്ന് വന്നിട്ട് ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ പോരായിരുന്നു. എൻ്റെ പൊന്നു ബിഷപ്പേ, മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് വീണ്ടും കയറി പോവാതെ. ഇനിയിപ്പം ഞാനാണെങ്കിൽ വറുത്തരയ്ക്കാൻ എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ അങ്ങയോടുകൂടിയുള്ള ഒരു റെസ്പെക്ട് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിനൊക്കെ എനിക്ക് നല്ല മറുപടി ഉണ്ട്. എൻ്റെ മറുപടി പലതിലും വേറെ കണ്ടന്റിലൊക്കെ ബിഷപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. കിച്ചുവിൻ്റെ നമ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ കൂടി പറഞ്ഞത്. അത് കേട്ടിട്ട് കിച്ചു നന്നാവട്ടെ, ഞാൻ അവനെ ചേർത്ത് നിർത്തിയതാണ്. ലവ് യുടാ കിച്ചു എന്നാണ് ബിഷപ്പ് പറയുന്നത്. രേണുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കിച്ചുവിൻ്റെ നമ്പർ ഒന്ന് തരുമോ, ഞാനിതൊന്ന് സോൾവ് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ. ഇതിന് പോയിട്ടാണ് അന്ത മാതിരി എല്ലാം പണി വെച്ചിരിക്കെ. ഒന്നും പറയാനില്ലടേ ബിഷപ്പ്, ബാക്കി പറ. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അതെ, നല്ല കാര്യമാണ്. പിന്നെന്താ കുഴപ്പം? അതൊക്കെ എവിടെ കുഴപ്പം? പക്ഷെ എന്താ വിഷയം? എന്താ ബിഗ് ബോസിൽ ഇതിപ്പം ബിഷപ്പ് ഓരോ വർഷം വന്നിട്ട് ഓരോരുത്തർ ബിഗ് ബോസിൽ കയറ്റി വിടുമോ? പണ്ട് രേണുവിനെ ഞാൻ കയറ്റി വിട്ടെന്നാണ് കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ബിഷപ്പാണോ കിച്ചുവിനാണ് ബിഗ് ബോസിലോട്ട് കയറ്റി വിട്ടത്? കോമഡികളാണ് നടക്കുന്നത്. അയ്യോ, ചിരിക്കാനല്ലാണ്ട് എന്ത് പറയാനാ. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തോണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ.
എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഓക്കെ, എന്തിനാണ് ബൈക്ക് വിട്ടുകൊടുക്കാത്ത? ആ പ്രശ്നം കണ്ടുപിടിച്ചാൽ അങ്ങ് തീർന്നല്ല. ഗഞ്ചായിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ്സ് ആയിരിക്കും, എന്തെങ്കിലും ആ ബൈക്കിൽ ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പിടിച്ച് തിരിച്ചു കൊടുക്കാത്ത. കൺഫേം ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്, കിച്ചു ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത്. പക്ഷേ അവൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഡ്രഗ് യൂസ് ചെയ്യുമെന്ന്. പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അത്രയും ആ കൊച്ചു പയ്യൻ ആ സമയത്ത് വന്ന് പറഞ്ഞിട്ട് അവനോട് ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ എന്തോന്നടേ മറ്റേ ഇതാ. അവന് ഇനിയൊരു ജീവിതമില്ലേ, അവൻ ജീവിക്കണ്ടേ മുന്നോട്ട്? കൂടെ നിന്നും കൊണ്ട് നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ല നേർവഴിക്ക് നയിക്കേണ്ട ബിഷപ്പാണ് ഇപ്പൊ ഈ കരിവാരി തേക്കുന്നത്. വീണ്ടും വീണ്ടും ബൈക്ക് എന്തിനാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്? ചോദിക്കട്ടെ, അന്വേഷിക്കട്ടെ ഈ വ്ളോഗേഴ്സ്. അറിയാം ഓൾറെഡി. ഇവിടെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത് അവൻ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ നന്നാവാൻ വിടൂലേ? നന്നാവുന്നത് ശരിയല്ലേ? രേണു മാത്രമേ ഇവിടെ ഹാവാവൂ. രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ ബിഷപ്പ് കൈത്താങ്ങാട്ട് പോലും എല്ലാം മറന്ന്, രേണു ചെയ്യുന്ന എല്ലാ അപരാധങ്ങളും ബിഷപ്പ് മറന്നു. ഓക്കെ, എന്തോന്നടേ ആ ഒരു പൊസിഷന് വാല്യൂ ഇല്ലാതാക്കി കളഞ്ഞല്ലോ ബിഷപ്പെ. നിങ്ങളെ കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. ഐശി, അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. പോട്ടെ, ഞാൻ എന്തിനു കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു. ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് അന്നേരം പറഞ്ഞു. പക്ഷെങ്കിൽ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം എന്താന്ന് വെച്ചാൽ, അതായത് ഫാദർ കിച്ചുവിനെ ഒരു ത്രെറ്റൻ ചെയ്യുമായിരുന്നു. ഒരിക്കലും ഇല്ല. കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അത് എന്തുവാണെന്ന് ഫാദർ ഓപ്പൺ ഞാനിങ്ങനെ കേൾക്കുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു തിരിച്ചെടുത്ത് രേണുസുതിക്ക് കൊടുക്കാൻ എന്തിന്? എൻ്റെ പൊന്നു ബിഷപ്പേ, നിങ്ങളോടുള്ള ബഹുമാനം മൊത്തം പോയി. വീണ്ടും ഇന്റർവ്യൂ കൊടുത്തിട്ട് നിങ്ങൾ അവനെ കോർണർ ചെയ്യുന്നു. അവൻ ചെയ്ത് തെറ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പൊറുക്കേണ്ട മനസ്സ് അങ്ങേക്ക് ഉണ്ടാവണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഒരു കൊച്ചു പയ്യനില്ല, അവന് മുന്നോട്ട് ജീവിതമില്ലേ? അവൻ ഓപ്പണായിട്ട് വന്നിട്ട് അതവൻ പബ്ലിക്കിനോട് പറഞ്ഞിട്ട് അവനോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുമ്പോൾ അതവൻ്റെ കുട്ടിക്കാലം അവൻ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞിട്ട് അവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? ഓക്കെ, എനിക്ക് വെറും പുച്ഛമാണ് തോന്നുന്നത്, വെറും പുച്ഛം. ഈ ബിഷപ്പ് നിങ്ങളുടെ ഒരു ക്വാളിറ്റി കളഞ്ഞിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണോ വിളിച്ച് പറയുന്നത് ദൈവത്തിന് പോലും അറിയില്ല. ദൈവം ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കുകയായിരിക്കും. ദൈവമേ, ഇതായിരുന്നോ ബിഷപ്പ്? അയ്യോ, ഒന്നും പറയാനില്ല. എത്ര പേര് എന്നെ വിളിച്ചിട്ട് നിങ്ങളെ പച്ച തെറി പറയുന്നുണ്ടെന്നറിയാവോ? എത്ര പേര്. റെക്കോർഡ് ചെയ്തൊന്നും ഞാൻ പുറത്ത് വിടാറില്ല. പിന്നെ വോയിസുകൾ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജ് കിടപ്പുണ്ട് നിങ്ങളെ തെറി പറയുന്നത്. ഓക്കെ, അതിലെ 10 പച്ചയ്ക്ക് പറയണമെന്ന്. ഞാൻ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി മീൻസ് ആ ഒരു പൊസിഷന് തരുന്നൊരു വാല്യൂ ഉണ്ട്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്.